കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ കമ്പോണൻസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിലപ്പോൾ ഡാറ്റ കമ്പോണൻറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത നേരത്ത് ഞാൻ പറഞ്ഞു ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഫോംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടെക്സ്റ്റ്, നമ്പേഴ്സ്, ഇമേജ്, ഓഡിയോ, വീഡിയോ തുടങ്ങിയിട്ടുള്ളവ യൂസ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇമേജ്, ഓഡിയോ, ടെക്സ്റ്റ് തുടങ്ങിയിട്ടുള്ള ആ ഫോമിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യം വരുന്നത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റെപ്രസെൻറ്റേഷനാണ്. ടെക്സ്റ്റ് എന്താണെന്നുള്ളത് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് എങ്ങനെയാണ് ടെക്സ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണേ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അതൊരു ബിറ്റ് പാറ്റേൺ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ് പാറ്റേൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സീറോസ് ആൻഡ് വൺസിൻ്റെ ഒരു സീക്വൻസ് ആണ്. അതല്ല എങ്കിൽ സീക്വൻസ് ഓഫ് ബിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോഴും മനസ്സിലായില്ല എങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓർത്താൽ മതി. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് പഠിക്കണ നേരത്ത് നമ്മൾ സാധാ നമ്പേഴ്സ് ബൈനറി സിസ്റ്റത്തിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ തന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തൊരു ടെക്സ്റ്റ് മെസ്സേജാണ് നമ്മളിപ്പോൾ സെൻഡ് ചെയ്യണമെങ്കിൽ ആ ടെക്സ്റ്റിനെ അവർ ബിറ്റ് പാറ്റേൺ ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഇനി അടുത്ത പോയിൻ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ ടെക്സ്റ്റ് സിമ്പിളിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് ബിറ്റ് പാറ്റേൺസ് നമ്മൾ യൂസ് ചെയ്യും. അതായത് ഓരോ ടെക്സ്റ്റ് സിമ്പിളിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ബിറ്റ് പാറ്റേൺസ് ആണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഓരോ സെറ്റിനെ പറയുന്നത് കോഡ് എന്നാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സിമ്പിളിന് ഇതേപോലത്തെ സെറ്റ് ഓഫ് ബിറ്റ് പാറ്റേൺസ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് കോഡിംഗ് എന്നാണ്. ഇന്നത്തെ കാലത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡിംഗ് സിസ്റ്റം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂണിക്കോഡാണ്. യൂണിക്കോഡ് വെച്ചിട്ട് നമുക്ക് ലോകത്തുള്ള ഏത് ഭാഷയിലുള്ള ഏത് ക്യാരക്ടർ അല്ലെങ്കിൽ സിമ്പിൾസിനെ 32 ബിറ്റ്സ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. നമ്പേഴ്സിനെയും നമ്മൾ ബിറ്റ് പാറ്റേൺസ് വെച്ചിട്ട് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പേഴ്സിനെ നമ്മൾ ഈ യൂണിക്കോഡോ അല്ലെങ്കിൽ അസ്കി പോലുള്ള കോഡിംഗ് സിസ്റ്റം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറില്ല. പകരം അതിനെ ബൈനറി നമ്പറിലേക്ക് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്തിനാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്പേഴ്സ് യൂഷ്വലി നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ അത് ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ അസ്കി അല്ലെങ്കിൽ യൂണിക്കോഡ് പോലുള്ള കോഡിംഗ് സിസ്റ്റം വെച്ചിട്ട് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാത്തത്. അടുത്തതായിട്ട് വരുന്നത് ഓഡിയോ ഡാറ്റ റെപ്രസെൻറ്റേഷനാണ്. ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു സൗണ്ട് അല്ലെങ്കിൽ മ്യൂസിക്കിനെ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയോ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന ഡാറ്റേനെ ഓഡിയോ ഡാറ്റ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഓഡിയോ ഡാറ്റ ബാക്കി ഡാറ്റ റെപ്രസെൻറ്റേഷൻസ് ആയിട്ടുള്ള ടെക്സ്റ്റ്, നമ്പേഴ്സ് അല്ലെങ്കിൽ ഇമേജ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നാച്ചുറലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഡിയോ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. എന്നാൽ ബാക്കിയുള്ള ഡാറ്റ റെപ്രസെൻറ്റേഷൻസ് അതായത് ടെക്സ്റ്റ്, നമ്പേഴ്സ്, ഇമേജസ് അതൊക്കെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ റെപ്രസെൻറ്റേഷനാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കത് കൗണ്ടബിൾ ആയിരിക്കത്തില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ അതിൻ്റെ സ്പീഡ് കറക്റ്റ് നോക്കാൻ പറയുകയാണെങ്കിൽ ആ കാർ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് 60 ആവാം, 65 ആവാം, 70 ആവാം, 40 ആവാം. അങ്ങനെ അത് ഏതുതരം വേരി ചെയ്യും. എന്നാൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് കൗണ്ടബിൾ ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. അതായത് ഇപ്പോൾ ഒരു റോട്ടിൽ കുറേ വണ്ടികൾ നിർത്തിയിട്ടേക്കാണ്. ഞാൻ നിങ്ങളോട് പോയിട്ട് ആ വണ്ടികൾ എണ്ണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണാൻ പറ്റും. അപ്പോൾ അതാണ് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ആയിരിക്കത്തില്ല. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഡാറ്റ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മ്യൂസിക്കിനെ മൈക്രോഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് അതിനൊരു ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കിയാൽ പോലും നമുക്കതിനെ ഡിസ്ക്രീറ്റ് ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ജനറേറ്റ് ആവുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നലാണ്.
അടുത്തതായിട്ട് വരുന്നത് ഇമേജസ് ആണ്. ഇമേജസിനെ നമ്മൾ ബിറ്റ് പാറ്റേൺസ് വെച്ചിട്ട് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ പിക്സൽസിൻ്റെ ഒരു മെട്രിക്സ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഡോട്ടിനെയാണ് പിക്സലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡോട്ട് ചിലപ്പോൾ ഒട്ടുമിക്ക കേസുകളിലും ഒരു കളറായിരിക്കും അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ പിക്സൽ എന്താണെന്ന് കറക്റ്റ് കാണണമെങ്കിൽ ഒരു MS പെയിൻ്റ് എടുത്തിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് അത് സൂം ഇൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ ഡോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, ഒരു സ്ക്വയർ ബോക്സൊക്കെ കാണാൻ പറ്റും. അതാണ് പിക്സൽ. അതല്ല എങ്കിൽ ഇപ്പോൾ നെറ്റിൽ ഏതെങ്കിലും ഒരു ലോ ക്വാളിറ്റി ഇമേജ് നിങ്ങൾ എടുക്കുമ്പോൾ അത് സൂം ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ ഒരു സ്ക്വയർ കട്ട കാണാൻ പറ്റും. അതിനെ പിക്സൽ എന്ന് തന്നെയാണ് പറയുക. ഒരു ഇമേജിൻ്റെ അകത്ത് എത്ര പിക്സൽസ് ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ റെസൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഒരു നല്ല ഹെവി റെസൊല്യൂഷൻ ഉള്ളത്, അതായത് ഒരു 4K റെസൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പിക്സലിൻ്റെ കൗണ്ട് കൂടും. അതേസമയം ഒരു 480p ഉള്ള ഒരു സ്ക്രീനിലാണ് ഒരു ഇമേജ് കാണിക്കണമെങ്കിൽ പിക്സലിൻ്റെ കൗണ്ട് ഭയങ്കരമായിട്ട് കുറയും. ഇവിടെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്കൊരു ഇമേജ് 1000 പിക്സലിനും 10000 പിക്സലിനും വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ 10000 പിക്സലിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഇമേജിനായിരിക്കും ക്വാളിറ്റി കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ 10000 പിക്സൽ എന്ന് പറയുമ്പോൾ അവിടെ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനിലാണ് ആ ഒരു ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം വരിക. പക്ഷേ ഇവിടെ ഉള്ള ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ റെസൊല്യൂഷൻ കൂടെയാണ്, അതല്ല എങ്കിൽ പിക്സലിൻ്റെ കൗണ്ട് കൂടുകയാണെങ്കിൽ ആ ഒരു ഇമേജ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് അതനുസരിച്ച് കൂടുതൽ മെമ്മറിയുടെ ആവശ്യം വരും. വൺസ് ഈ ഒരു ഇമേജിനെ പിക്സലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ പിക്സലിനെയും ഓരോ ബിറ്റ് പാറ്റേൺ ആയിട്ടാണ് അസൈൻ ചെയ്യുക. ഈ പറയുന്ന ബിറ്റ് പാറ്റേൺ, അതായത് ഓരോ പിക്സലിനെയും നമ്മൾ അസൈൻ ചെയ്യുന്ന ബിറ്റ് പാറ്റേണിൻ്റെ സൈസും അതുപോലെ അതിൻ്റെ വാല്യൂം എന്താണ് എന്നുള്ളത് ഇമേജ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത് ഡിറ്റർമൈൻ ചെയ്യുക. നമുക്കത് ബിഫോർ ഹാൻഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് ഇമേജസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ട് വരുന്നത് വീഡിയോ ആണ്. വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പിക്ചർ അല്ലെങ്കിൽ മൂവീനെ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വീഡിയോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. വീഡിയോ ഓഡിയോ പോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻറ്റിറ്റിയാണ്. അപ്പോൾ വീഡിയോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ ക്യാമറയൊക്കെ വെച്ചിട്ട് ഒരു കണ്ടിന്യൂസ് എൻറ്റിറ്റി ആയിട്ട് ഡയറക്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്കിപ്പോൾ കുറേ ഇമേജസൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതിനൊരു വീഡിയോ ആയിട്ട് മാറ്റാം. അങ്ങനെ 2 രീതിക്ക് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ വരുന്ന മെയിനായിട്ടുള്ള റെപ്രസെൻറ്റേഷൻസൊക്കെ. ഇതിന് മുന്നത്തെ എക്സാംസിന് 5 മാർക്കിനും അതേപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ ആയിട്ട് എഴുതേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്.